കോൺഗ്രസ് ഗാന്ധിയിലാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ പ്രതിമയ്ക്ക് മാലയിടുന്ന ആൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. വ്യക്തികളുടെ മൂഢസ്വർഗത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് പറയുന്ന പാർട്ടിയായി, അത് നിങ്ങളെ പഠിപ്പിക്കുന്ന പാർട്ടിയായി, ഈ ദർശനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയായി ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കേരളത്തിലും നൂറുകണക്കിന് യോഗങ്ങൾ ഇന്ന് നടത്തി കേരളത്തിലെ ജനങ്ങളുടെ ഈ സമ്മാനത്തിൽ പങ്കേറാൻ ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയായി ഞങ്ങളുടെ പാർട്ടി എത്തിച്ചേർന്നു എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ പോലും ഇത് ആലോചിക്കാൻ നിർബന്ധിതരാക്കിയ സാഹചര്യം ഈ പാർട്ടിയുടെ പ്രസക്തിയാണ്, ഈ പാർട്ടിയുടെ പ്രസക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ശകലം പോലും വിഷമമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളെ കീഴ്പ്പെടുത്താനും നിങ്ങൾ ഈ മാർക്സിനെ പോലും മനസ്സിയടിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന നിലയിലേക്ക് ഈ പാർട്ടി ദാർശനിക നിലയിലേക്ക് ഉയർന്നുകൊണ്ടിട്ടുണ്ട് ഈ പാർട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മറ്റാളുകൾ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നിന്ന് ഞങ്ങളുടെ സമ്മേളനത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. അതാണ് ഇതിന്റെ പ്രസക്തി. നിങ്ങൾ എടുത്തു നോക്ക്, നമ്മളെ കീഴ്പ്പെടുത്താൻ ഒരുപാട് പരിശ്രമങ്ങൾ. ഡോക്ടർ അംബേദ്കറുടെ ജീവിതകാലത്ത് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ ജഗജീവൻ റാം എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെ തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തു. ജഗജീവൻ റാമിന്റെ ജോലി എന്തായിരുന്നു? ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിനെ കുറിച്ച് കൂടണം. ആ ജോലിയെ അതിന് അച്ചാരം പഠിച്ച ജോലിയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളുണ്ട് ലോകസഭയിൽ ഇരിക്കുകയാണ്. എന്തോ ജോലി? മായാവതിയുടെ നേതൃത്വത്തെ വെല്ലുപിടിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരണമെന്നാണ്. തെറ്റിപ്പോയി മാഡം, തെറ്റിപ്പോയി, കുഴപ്പമില്ല, നിങ്ങൾ എങ്ങും എത്തത്തില്ല. അതിനൊരു തർക്കവും വേണ്ട, ഒരു തർക്കവും വേണ്ട. ഇപ്പോഴും ഈ പണവും ഈ ശക്തിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള പരിശ്രമത്തിൽ ഈ സവർണ സമ്പന്ന വർഗം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്തു നോക്ക്, പത്രങ്ങൾ വായിച്ചു നോക്ക്, നമ്മുടെ പത്രങ്ങൾ വായിച്ചു നോക്ക്. നമ്മുടെ രാജ്യം മൊത്തം അഴിമതി വിളിക്കുക അല്ലേ? അഴിമതിയുടെ കഥ കമ്മ്യൂണിസ്റ്റുകാർ ധാരാളം പറയുന്നുള്ളതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. അഴിമതി രാജ്യം മൊത്തം അഴിമതിയാണ്. എന്നാലും എ കെ ആന്റണി പറയും അഴിമതിയില്ലെന്ന്, രാഹുൽ ഗാന്ധി പറയും അഴിമതിയില്ലെന്ന്. ഒരു അഴിമതി കേസും കുമാരി മായാവതിയുടെ പേരിൽ ഇന്നുവരെ രജിസ്റ്റർ ചെയ്തില്ല. കോൺഗ്രസ് ആണ് പഠിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു FIR എടുക്കുന്നതിന് ഒരുപാടുമില്ല. ആരെങ്കിലും കൊണ്ട് തന്നെ FIR എടുപ്പിക്കും. അധികാരം അതിനാണ് ഉപയോഗിക്കുന്നത്. ഒരു അഴിമതി കേസും ബലൻകുമാരി മായാവതി ബഹുജൻ സമാജ് പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റിന്റെ പേരിൽ ഉണ്ടായില്ല. പക്ഷെ പത്രത്തിൽ എഴുതുന്നത് ബഹൻകുമാരി മായാവതി അഴിമതിക്കാരിയാണ്. എന്ത് തെളിവാണ്? സുരേഷ് കന്മാടിയെ പോലെ ഒരു കേന്ദ്രത്തിലെ MP, കോൺഗ്രസിന്റെ MP, BSPയുടെ MP ജയിലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, സുരേഷ് കന്മാടി ജയിലിലാണ്. എത്രയോ നാളായി ജയിലില്ല. കൽമാടി മാത്രമല്ല, കൽമാടി ജയിലിൽ പോയതിന്റെ കഥയൊക്കെ വളരെ രസമാണ്. അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല കേട്ടാ. നമ്മുടെ പാർട്ടിയുടെ ഇനി നേതാക്കന്മാരോട് പ്രസംഗിക്കാൻ. കൽമാടി ജയിലിൽ പോയി എങ്ങനെയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടത്തി? എത്ര കോടി രൂപയുടെയൊക്കെയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടത്തിയത്? എല്ലാ ദിവസവും കാശ് മേടിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ്. എല്ലാ ദിവസവും ആവശ്യമുള്ള കാശ് സാങ്ഷൻ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ്. ആർക്ക്? സുരേഷ് കന്മാടി ചെയർമാനായിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിന്റെ സംഘടനയ്ക്ക് പൈസ അനുവദിക്കുന്നത്. എന്താ നടന്നേ അവിടെ? ഒരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഈ കൽമാടിയെ കുറിച്ചുള്ള ഒരു ഗുണം, അദ്ദേഹത്തിന്റെ കോൺഗ്രസുകാരുടെ ഗുണം അറിയാം. ഒരു ഫ്രിഡ്ജിന്റെ വില 11,000 രൂപ. പക്ഷെ കോമൺവെൽത്ത് ഗെയിംസിന് 100 കണക്കിന് ഫ്രിഡ്ജ് വാടകയ്ക്കെടുത്ത് ഒരു ദിവസം വാടക 1,100 രൂപ. മാസക്കണക്കിന് വാടകയും കൊടുത്ത് ഫ്രിഡ്ജിന് എത്ര രൂപയാണ്? ഒരു ഫ്രിഡ്ജിന് 66,000 രൂപ വരെ വാടക കൊടുത്തു. എത്ര രൂപയുടെ ഫ്രിഡ്ജിന്? 11,000 രൂപയുടെ ഫ്രിഡ്ജിന്. എവിടുന്ന കാശ് മേടിച്ച? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന്. ഈ പ്രൈം മിനിസ്റ്റർക്ക് പങ്കില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നാണ് ഈ പണം എല്ലാം അങ്ങോട്ട് അലോട്ട് ചെയ്ത് വന്നത്. മറ്റൊരു മന്ത്രിയുണ്ട് ജയിലിൽ കിടക്കുക, ഈയിടെ ഇറങ്ങിയത് എന്താ കാര്യം? അതിനെക്കുറിച്ചുള്ള വിശദാംശത്തിലോട്ട് ഞാൻ വരുന്നില്ല. ഇറങ്ങിയത് ഇയാളെ ഇറക്കി വിടാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടാ. ഇയാളെ നേരെ കേസെടുത്തത് തന്നെ കോടതിയിൽ നിന്ന് സുബ്രഹ്മണ്യൻ സ്വാമി കേസുമായിട്ട് കോടതി എന്നിട്ടാ. ഇല്ല, കേസെടുക്കത്തില്ല രാജാക്കെതിരായിട്ട്. ഇപ്പൊ സ്വാമി നിൽക്കുകയാണ് ചിദംബരത്തെയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. ഈ രാജ എന്തുകൊണ്ടാണ് എങ്ങനെ ജയിലിൽ പോയി? ഈ ഫയലെല്ലാം പ്രൈം മിനിസ്റ്റർ ഒപ്പിട്ടാ കൊടുത്തത്. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരം ഒപ്പിട്ടാ കൊടുത്തത്.
എത്ര കോടി രൂപയ്ക്ക്? 1,75,000 കോടി രൂപ സ്വന്തം ബാക്കറ്റിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി മുരശിലിമാരന്റെ മോൻ. മുരശിലിമാരന്റെ മോൻ 36 വയസ്സുള്ള ഈ ചെറുക്കൻ ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററായിട്ട് വന്ന് അച്ഛൻ ചത്തുപോയപ്പോൾ കണ്ണാടി മരുമനല്ലി മരിച്ചുപോയ കൊച്ചനെ അവിടെ മദ്രാസിൽ നിർത്തി ജയിപ്പിച്ച് പാർലമെന്റിലോട്ട് അയച്ച് നല്ല ഒന്നാന്തര ഒരു വകുപ്പും കൈക്കൊടുത്ത് 1,75,000 കോടി രൂപയും പോക്കറ്റിൽ പിടിച്ചുകൊണ്ടുപോയി. ആരാണ് വിളിച്ചത്? ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സിഖ് ബ്രാഹ്മണൻ. എന്താ ഞാൻ അങ്ങനെ പറയുന്നേ? ഇവരുടെ ഒരു കലയാണ് കാശെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 1,75,000 കോടി രൂപ അഴിമതിക്കെതിരായി പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഒരു രസകരമായ ഒരു കഥ. സുപ്രീം കോടതിയിൽ ഒരാൾ കൊണ്ടുവന്നത് OP ഫയൽ ചെയ്ത്. എന്തിനാ OP ഫയൽ ചെയ്തേ? ഈ സിഖ് ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞ് നിങ്ങളുടെ ആളുകൾ എത്ര കോടി രൂപ ഞങ്ങളുടെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ കണക്ക് തരാമെന്ന്. കണക്ക് തരാമെന്ന് പറഞ്ഞ മാത്രമല്ല, ഈ സിഖ് ഗവൺമെന്റ് സ്വിസ് ബാങ്കുകളിൽ ഇട്ട മുഴുവൻ തുകയുടെയും കണക്കുകൾ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചു. നിങ്ങളുടെ